കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ പൊതുദർശനം പുരോഗമിച്ചു വരികയാണ്. തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് അല്പസമയം മുൻപാണ് മൃതദേഹം കൊണ്ടുവന്നത്. ഇന്നലെ രാവിലെയുണ്ടായ അപകടത്തിലാണ് ബിന്ദുവിന് ജീവൻ നഷ്ടമായത്. ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് അപകടം നടന്ന് 2 മണിക്കൂറിന് ശേഷമാണ് ബിന്ദുവിന്റെ മൃതദേഹം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത്. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. അതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെ ശേഷം ഇന്നലെ രാത്രി തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിരുന്നു. ഇന്നലെ വീടിന് സമീപത്തെ ആശുപത്രിയിലായിരുന്നു മൃതദേഹം സൂക്ഷിച്ചത്. ഇന്നിപ്പോൾ രാവിലെ സംസ്കാര ചടങ്ങുകൾക്കൊക്കെ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ പൊതുദർശനമാണ് പുരോഗമിച്ചു വരുന്നത്. അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ സമീപവാസികളുമൊക്കെ ആ പ്രദേശത്തു നിന്നുള്ളവരൊക്കെ ബിന്ദുവിനെ ഒരു നോക്ക് കാണാനായി, യാത്രയപ്പ് നൽകാനായി, ആദരാഞ്ജലികൾ അർപ്പിക്കാനായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അടുത്ത ബന്ധുക്കളൊക്കെ അവസാനമായി ബിന്ദുവിനെ ഒരു നോക്ക് കാണുന്നത്. ഇന്നലെ വാർത്ത ഇറങ്ങിയതിന് പിന്നാലെ തന്നെ നിരവധി ആളുകൾ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ബിന്ദു കുറച്ച് ദിവസമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടരുന്നുണ്ടായിരുന്നത്. ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരുന്നു ഡോക്ടർമാർ മകൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് മടങ്ങാമെന്നായിരുന്നു കരുതിയത്. പക്ഷേ അതിനിടെയാണ് അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിക്കുന്നത്. ശോചനീയാവസ്ഥയിലായ കെട്ടിടം തകർന്നു വീഴുകയും അതിനിടയിൽ ബിന്ദു പെട്ടുപോവുകയുമായിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം വൈകിയതോടുകൂടി മരണമുണ്ടായി എന്ന ആരോപണം കൂടി ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. പരാതി കാണാതായി എന്ന പരാതി പറഞ്ഞിട്ട് പോലും കാര്യമായ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയില്ല. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊരു ദുരന്തമുണ്ടായത്, മരണം സംഭവിച്ചത് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മന്ത്രിമാർ ആരും തന്നെ തങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്ന് ബിന്ദുവിൻ്റെ ഭർത്താവും പ്രതികരിക്കുന്നുണ്ട്. 11 മണിക്ക് ശേഷമായിരിക്കും തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും.